ഞാനിവരൊന്നും നീ ഒരിടത്തേക്കും പോകുന്നില്ല. ഇവിടെ ഇന്ന് ഗസ്റ്റുകൾ ഉണ്ടാവും. അവർ വരുമ്പോ നീ ഇവിടെ ഉണ്ടാവണം. തമ്പുരാട്ടിമാര് ഇനിയും പുറപ്പെട്ടില്ലേ? ഇന്ന് ഈ വീട്ടില് ഏതോ അതിഥികളൊക്കെ വരുന്നുണ്ടത്രേ. അതിഥികളെ സൽക്കരിക്കാൻ പച്ചക്കറികളൊക്കെ വാങ്ങാൻ മാർക്കറ്റിൽ പോവാ. ഇപ്പൊ വരണ്ട. ദേ നല്ല മഴക്കോളുണ്ട്. മഴ പെയ്യും തോന്നുന്നു. അമ്മയ്ക്കാണെങ്കിൽ നല്ല സുഖമില്ലല്ലോ. ഞാൻ പറഞ്ഞ അമ്മ കേക്കില്ല അല്ലേ? മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മ ഇപ്പൊ പുറത്തിറങ്ങി വെറുതെ അസുഖമൊന്നും വരുത്തി വെക്കണ്ട. സുഖമില്ലേലും വാശിക്ക് ഒട്ടും കുറവില്ല അല്ലേ പള്ളി? എന്തായാലും വാ വാ. വീട്ടിലുള്ളപ്പോഴെങ്കിലും സാറിന് ഇതൊന്ന് നിർത്തിക്കൂടെ? ഏത് നേരവും ഈ ലാപ്ടോപ്പിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നാ മതിയോ? ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും ലൈവായിട്ടിരിക്കണമെന്നല്ലേ? ഇവിടെയുള്ള കാര്യങ്ങളുടെ പോക്ക് കാണുമ്പോ സാറ് ലൈവിലേ ഇല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ പോയാ അധികം വൈകാതെ കമ്പനിയുടെ ഓണർഷിപ്പ് സാറിന്റെ അനിയന്റെ കയ്യിലാവും. ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഞാൻ തമാശയൊന്നും പറഞ്ഞില്ല. ഐ എം സോ ഡാം സീരിയസ്. അതിന് അവൻ എയർലൈൻ ബിസിനസിനെ കുറിച്ച് എന്തറിയാം? ഈ ബിസിനസ് ലൈനെ കുറിച്ച് അവനെ ഒരു ചുക്കും അറിയില്ല. നല്ല ശമ്പളം ഓഫർ ചെയ്താലേ സാറിനേക്കാളും മിടുക്കരായ MBA-കാര് കമ്പനിയുടെ മുന്നിൽ വന്ന് ക്യൂ നിൽക്കും. എന്താ സാറിനത് സംശയമുണ്ടോ? അങ്ങനെ ആളുകളെ കിട്ടുമായിരിക്കും. പക്ഷേ അവരെ കൊണ്ട് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ മഹിക്ക് കഴിയണം. ഇപ്പൊ സാറ് കാണുന്ന സാറിന്റെ അനിയനാ കഴിവില്ലായിരിക്കും. പക്ഷെ നാളെ ദക്ഷയെ കല്യാണം കഴിച്ച് അവളുടെ അച്ഛൻ ആഭ്യന്തരമന്ത്രിയുടെ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻസ് എല്ലാം മാറില്ലേ? മന്ത്രിയുടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മഹി ഏത് ലെവലിലാവുന്ന് ആര് കണ്ടു? ഇങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? സാറിന്റെ അമ്മ രമാദേവി മാഡത്തിന്റെ അതേ സ്വഭാവവും കപ്പാസിറ്റി ഉള്ള പെണ്ണ ദക്ഷ. വേറൊരു മരുമകളായി ഈ വീട്ടിൽ ഒതുങ്ങിക്കഴിയാൻ അവള് തയ്യാറാവില്ല. എല്ലാം വെട്ടിപ്പിടിക്കുന്ന പ്രകൃതി അവളുടേത്. എന്തിനും ഏതിനും അന്ധമായി പിന്തുണയ്ക്കുന്ന അച്ഛൻ ആഭ്യന്തരമന്ത്രി. ഞാനിപ്പോ പറഞ്ഞു തരുന്ന ലോജിക്ക് സാറിന് മനസ്സിലാവുന്നുണ്ടോ? അല്ല ഇപ്പോഴും അമ്മയുടെ ദാസനായിട്ട് ഇവിടെ തന്നെ കഴിയാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാര്യം കഴിഞ്ഞാലേ കറിവേപ്പില പുറത്താം. ഇവിടത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന സാറിന്റെ അവസ്ഥയും ഒടുവിൽ അത് തന്നെ ആയിരിക്കും. എനിക്കതിൽ യാതൊരു സംശയവുമില്ല. ദക്ഷ അവളുടെ അച്ഛന്റെ സ്വാധീനം ഉപയോഗിച്ച് കമ്പനി പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ സാറിന്റെ അമ്മ അവരോടൊപ്പം മാത്രമേ നിൽക്കൂ. ഒരിക്കലും സാറിന്റെ ഭാര്യയായ ഞാൻ ഈ കമ്പനിയുടെ ഉടമസ്ഥയാവാൻ അമ്മ സമ്മതിക്കില്ല. സാറിന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് വളർത്തിക്കൊണ്ടുവന്ന കമ്പനിയാ ഇത്. ഒടുവിലും മണ്ണും ചാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ടുപോയി എന്ന അവസ്ഥയിലെത്തരുത്. സാറ് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന ഒരു കമ്പനിയില് വെറും ഒരു സ്റ്റാഫിന്റെ സീറ്റിൽ ചെന്നിരിക്കുന്നത് അപമാനമാണ്. ചിന്നങ്ങോട്ടാ? മാർക്കറ്റിലേക്കാ. സുഖമില്ലാത്ത ഈ അമ്മയും കൊണ്ടോ? എടോ, മാർക്കറ്റിലെ പൊടിയൊക്കെ അടിച്ചാ തന്റെ അമ്മയുടെ ശ്വാസം വിട്ട് കൂടില്ലേ? അത് ഞാൻ മാത്രം മനസ്സിലാക്കി പോരല്ലോ, അമ്മയ്ക്ക് കൂടി മനസ്സിലാവണ്ടേ?
ഇന്നിവിടെ ആരൊക്കെയോ ഗസ്റ്റുകളുണ്ട്. അവർക്ക് നല്ല ഫ്രഷ് വെജിറ്റബിൾസും മീറ്റും ഒക്കെ വാങ്ങണമെന്ന് രമാദേവി മാഡം പറഞ്ഞു. അത് വാങ്ങാനായിട്ട് പോവാ. അതിന് ആന്റിയെ വെറുതെ ബുദ്ധിമുട്ടിക്കണോ? ഇപ്പൊ തന്നെ ആന്റിയുടെ ആരോഗ്യം ശരിയല്ല. കഴിഞ്ഞ ദിവസം ശ്വാസം എടുക്കാൻ വേണ്ടി പാടുവിടുന്നത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. മാർക്കറ്റിലെ പൊടികൂടി ആവുമ്പോ തന്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ട് കൂടില്ലേ? ഞാൻ തനിച്ചു പോകാനിരുന്നതാ. ഞാനും കൂടി വരുമെന്ന് വാശി പിടിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? അനുസരിക്കാതെ പറ്റില്ലല്ലോ. ദേ, കണ്ടില്ലേ? അതെ, നിങ്ങൾ രണ്ടുപേരും വെറുതെ നടന്ന് ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ വണ്ടിയിലേക്ക് കയറിക്കോ, ഞാൻ നിങ്ങളെ മാർക്കറ്റിൽ കൊണ്ടുവിടാം. അതൊന്നും സാരമില്ല, കേറിക്കോ. ഞാനല്ലേ പറയുന്നത്, കേറിക്കോ. കേറടോ. വാ അമ്മേ. കേറിക്കോ. നിക്കേ. ആഹാ, തമ്പുരാട്ടിമാര് രണ്ടുപേരും കൂടി എവിടേക്കാണാവോ? ആ പിന്നെ ഇത് കണ്ട അടുക്കളക്കാരികൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടിരിക്കുന്ന വണ്ടിയല്ല. അടുക്കളക്കാരികൾ കാറിൽ ഞെളിഞ്ഞിരുന്നേ ചന്തയ്ക്ക് പോകും. ആ സൂപ്പർ. ആ വേണമെങ്കിൽ ഞാനൊരു ഹെലികോപ്റ്റർ കൂടി വാങ്ങിച്ചുതരാം. അതാകുമ്പോ പറന്നു നടക്കല്ലോ. ഞങ്ങൾ നടന്നു പോന്ന അപ്പോഴേ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്തിനാ ഞങ്ങൾ നിർബന്ധിച്ചേ? ഇപ്പോ ഒരു ആവശ്യമില്ലാതെ വായിന്ന് കേൾക്കേണ്ടി വന്നില്ലേ? അല്ല, ഞാനിവരൊന്നും മാർക്കറ്റ്. നീ ഒരിടത്തേക്കും പോകുന്നില്ല. ഇവിടെ ഇന്ന് ഗസ്റ്റുകൾ ഉണ്ടാവും. അവർ വരുമ്പോ നീ ഇവിടെ ഉണ്ടാവണം. ഹാ, തമ്പുരാട്ടിമാര് ഇനിയും പുറപ്പെട്ടില്ലേ? റോഡിൽ ഇറങ്ങി നിന്ന ബസ്സോ ഓട്ടോയോ കിട്ടും. അതീ കയറി പച്ചക്കറി വാങ്ങാൻ പോയാ മതി. നിന്ന് കറങ്ങാതെ ഗസ്റ്റുകൾ വരും മുമ്പ് പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവാ.